ഈ സീസണിലെ അധികം ആരും നോട്ട് ചെയ്യാത്തൊരു പ്രത്യേകതയാണ് മോസ്റ്റ് ഓഫ് ദി ടീംസ് അവരുടെ ഫസ്റ്റ് ഹോം മാച്ച് തോറ്റിട്ടുണ്ട്. ഡൽഹിയുടെ കേസും ഡിഫറെൻ്റ് ആയിരുന്നില്ല. അൺബീറ്റനായിട്ട് പോവുമായിരുന്നു. അവരുടെ ഫസ്റ്റ് ഹോം മാച്ച് ദേ ലോസ്റ്റ് അഗെയിൻസ്റ്റ് മുംബൈ. സോ ആ ഒരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു. പക്ഷെ എന്നാൽ അത്രത്തോളം റൺസ് അങ്ങ് കയറാത്തൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു. അതായത് 200+ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ സംഹൗ ഡൽഹി കുഡൻ ചേസ് സം കേൾസ് മേ ബി, ഐ ഡോണ്ട് നോ. സോ അവരുടെ രണ്ടാമത്തെ ഹോം മാച്ചാണ് ഇന്ന്. ഇറ്റ്സ് മാച്ച് നമ്പർ 32. ഇറ്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. മത്സരം നടക്കുന്നത് ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ്. ഇറ്റ്സ് എ സ്മോൾ ഗ്രൗണ്ട്, ഭയങ്കര സ്മോൾ ഗ്രൗണ്ടാണ്, ഡയമെൻഷൻസ് സ്മോളാണ്. അപ്പോൾ ബാറ്റിംഗ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു പിച്ച്, 200+ സ്കോർസ് എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു പിച്ച്. ഇനി വേറൊരു കേസും കൂടി പറയാം. ചേസിങ് ടീമിന് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ഉള്ളൊരു പിച്ചാണ്. അതായത് ഡ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ചേസ് ചെയ്യാൻ ഡൽഹിക്ക് പറ്റിയില്ല ലാസ്റ്റ് മാച്ച് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ പൊതുവേ ചേസിങ് ടീം ഹാസ് എ വെരി ഗുഡ് അഡ്വാൻറ്റേജ് ഇൻ ഡൽഹി. സോ റിഗാർഡിംഗ് ദ മാച്ച് വിന്നർ പ്രഡിക്ഷൻ, അത് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. ഹൂവർ വിൻസ് ദ ടോസ് ഈസ് ഗോയിങ് ടു ചേസ് ആൻഡ് ഹൂവർ ഈസ് ഗോയിങ് ടു ചേസ് ഈസ് ഗോയിങ് ടു വിൻ ദ മാച്ച്. അപ്പോൾ ടോസിന് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു മാച്ചാണ് ഇന്ന്. അപ്പോൾ ആര് ടോസ് ജയിക്കുന്നോ അവർ മാച്ച് ജയിക്കും. കാരണം ഇഫ് ദേ ചൂസ് ടു ചേസ്, കാരണം ചേസിങ്ങിന് അഡ്വാൻറ്റേജ് നല്ലപോലെ ഉണ്ട്. റിഗാർഡിംഗ് ദ ടീം, സ്റ്റോപ്പ് ഓർഡറിനെ മിസ്സാക്കാതിരിക്കുക. ജെയ്ക്ക് ഫ്രേസർ മക്വർക്കിൻ്റെ കേസ് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, താല്പര്യം ഇല്ലെങ്കിൽ ടീമിലിടുക. ചിലപ്പോൾ ടീമിലിടുന്നതായിരിക്കാം റിസ്ക്. പിന്നെ കുൽദീപ് യാദവിനൊക്കെ ഇടുക, കാരണം ഹി ബോൾ വെൽ ലാസ്റ്റ് മാച്ച് ഇൻ ഡൽഹി. അതേപോലെ തന്നെ അവരുടെ കരുൺ നായർ ഹാഡ് എൻ ഇംപ്രസീവ് ഫസ്റ്റ് മാച്ച് ആൻഡ് ഐ തിങ്ക് ഈസ് ഗോണ കണ്ടിന്യൂ ദ ഫോം ആസ് വെൽ. ടീമിലിടുക, മേ ബി സഞ്ജു സാംസൺ ടീമിലിടുക. സഞ്ജുവിന് ഒന്ന് പറ്റിയൊരു ഗ്രൗണ്ടാന്ന് തോന്നുന്നു. ഈവൻ ടോപ്പ് ഓർഡർ മിസ്സാക്കാതിരിക്കുക, അത്രേ പറയുന്നുള്ളൂ. ദാറ്റ്സ് ഇൻ മൈ പ്രിവ്യൂ. വാട്ട് ഡു യു തിങ്ക്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.